Welcome all to the prestigious evening of Golden Achievement Awards Dubai, Kerala 2nd edition 2025, the Grand 2025 Kerala edition, an event organized by Global Media Events Dubai in association with Kerala Chamber of Commerce and Industry. ശ്രീ ലിയാഖത്ത് അലി, ഈ ഷോയുടെ നായകനും കാരണവരുമൊക്കെയായ ശ്രീ ലിയാഖത്ത് അലി, എന്നോടൊപ്പം അവാർഡ് ജേതാക്കളായ മറ്റുള്ളവർ, എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ ബിസിനസ് അവാർഡിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകനെ ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ ഒരു കാരണമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവാർഡിൻ്റെ ഇത്രയും സീസണിടയിൽ ആദ്യമായിട്ടാണ് ഒരു ജേർണലിസ്റ്റിനെ, അപ്പം സംഘാടകർ പറഞ്ഞത് ഈ വർഷം മുതൽ ഒരു മാധ്യമപ്രവർത്തകനെ കൂടി എല്ലാ വർഷവും ഇൻക്ലൂഡ് ചെയ്യാനായിരിക്കും സാധ്യത, അങ്ങനെ ഒരു ആലോചനയിലാണ് എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർക്ക് ഇതുപോലൊരു ഫംഗ്ഷനിൽ അവാർഡ് കൊടുക്കുമ്പോൾ തന്നെ എനിക്കല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ കിട്ടുന്നവർ ചോദിക്കും മറ്റാർക്കൊക്കെ ഉണ്ട്. അതായത് ഏഷ്യാനെറ്റിൽ നിന്നൊരാൾ, മനോരമയിൽ നിന്നൊരാൾ, ഈ നിലയിലാണ് മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ഇത്തരം ചടങ്ങുകളിൽ അവാർഡ് കിട്ടുന്നത്. അത് എന്തിനെന്ന് വെച്ചാൽ ഒരു കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാനും അവരെല്ലാം വന്ന് കവർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നോട് ശ്രീ ലിയാഖത്ത് അലി പറഞ്ഞത് കവറേജ് വേണ്ട, അത് മറ്റൊരു തരത്തിലാണ് ആ കവറേജ് വരേണ്ടത്, അത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു മാധ്യമപ്പട വന്ന് അങ്ങനൊരു രീതിയിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കിതിൻ്റെ ഒരു സത്യസന്ധതയിൽ എനിക്ക് കുറേ കൂടി അഭിമാനം തോന്നുന്നു ആ നിലയിൽ വാങ്ങാൻ. പിന്നെ എനിക്കൊപ്പം വാങ്ങിയ കുറേ ആളുകളുടെ പ്രൊഫൈൽ വിശദമായി കാണുകയായിരുന്നു. ഊർജം വിൽക്കുന്ന ആളുകൾ, ഐഡിയ വിൽക്കുന്നവർ, പിന്നെ ഏറ്റവും ആകർഷിച്ചത് എയർ ആംബുലൻസ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ ഏറ്റവും അത്യാവശ്യമായി വരേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ എത്ര സമയം കൊണ്ട്, അപ്പോൾ ഒരു എയർ ആംബുലൻസ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇതൊന്നും ബിസിനസ് എന്ന നിലയിൽ മാത്രമല്ല, എന്തെല്ലാം തരത്തിലുള്ള ആളുകളാണ്, ഇപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള സേവനങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒരു ജേർണലിസ്റ്റ് നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുക, അത് മാസിലേക്ക് പകരുക, അതാണ് സത്യത്തിൽ എനിക്കതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് അനുഭവങ്ങളല്ല പറയാനുള്ളത്, അനുഭവങ്ങളുടെ കഥകളാണ് പറയാനുള്ളത്. അത് എല്ലാ മാധ്യമപ്രവർത്തകർക്കും അങ്ങനെയായിരിക്കും. ഒരുപക്ഷെ എൻ്റെ മാധ്യമ ജീവിതത്തിൽ എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിലും, ഇപ്പം ഞാൻ ചെയ്ത ചില സ്റ്റോറികൾ കൊണ്ട് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരത്തിരുന്ന് എടുത്തു പറയാൻ കഴിയുന്നത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ ഞാൻ ദീർഘനാൾ പ്രവർത്തിച്ച അണിയറ, നിങ്ങളിൽ ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, അണിയറ എന്ന് പറയുന്ന സൂര്യ TV-യിൽ പ്രതിവാരം സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടിയുടെ സംവിധായകനും അതിൻ്റെ റിപ്പോർട്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആയിരുന്ന ഘട്ടത്തിലാണ് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി നമ്മൾ നിരന്തരം ഒരു സമരം പോലെ ആ പരിപാടിയെ മാറ്റിയതും ഇതിനൊക്കെ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. ആ നിലയിൽ ഒന്നോ രണ്ടോ അനുഭവങ്ങൾ ഒഴിച്ചാൽ കൂടുതലും അനുഭവങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്ന് അതൊരു വലിയ ഒരു തീയായി പടർത്താൻ, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരുടെയൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മൾ ഇവിടെ ഇത്രയും പേർ കേൾക്കുന്നതിന് പകരം ഒരു മാധ്യമപ്രവർത്തകൻ കേട്ടാൽ അത് ലക്ഷങ്ങളിലേക്ക് മാറും എന്നത് മാത്രമാണ് വിശ്വാസം. ഈ മാധ്യമപ്രവർത്തകരെ ചില ചുരുക്കപ്പേരിലൊക്കെ കളിയാക്കുന്നൊരു ഘട്ടത്തിൽ, അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നൊരു ഘട്ടത്തിൽ, മാധ്യമങ്ങൾ പറയുന്നതെല്ലാം നുണകളാണ് എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ ബിസിനസ്സുകാർക്കൊപ്പം ഈ അവാർഡ് ഒരു ജേർണലിസ്റ്റിനോട് നൽകുന്നത് ഒരു പരസ്പര പൂരകമായി നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ആശയങ്ങളെ, നിങ്ങളുടെ അനുഭവങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർത്തി അതൊരു വലിയ തീയായി പടരാൻ ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എല്ലാ വർഷവും നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും എന്ന ഒരു ആശ്വാസത്തിലാണ് ഞാനിതിനെ. നമുക്ക് തീർച്ചയായും മിസ്റ്റർ രാജി എടുത്തു പറയണം. അഗൈൻ ഏറ്റവും കൂടുതൽ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് UAE പെർഫ്യൂം ഇൻഡസ്ട്രി. എല്ലാവരും അതിലേക്ക് വരുന്നു എന്ന് പോലും തോന്നുന്നുണ്ട് അല്ലേ? എല്ലാവരും പുതിയ പെർഫ്യൂമുകൾ ഇറക്കുന്നു, പുതിയ സംഭവങ്ങൾ ഇറക്കുന്നു. എനിക്കറിയാം ആ സമയത്തും ഒരുപാട് ഇന്നോവേഷൻ അൽവീന ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ആ ഇൻഡസ്ട്രിയുടെ ഒരു സ്ഥിതി? അത് എങ്ങനെയാണ് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതും പറയാം.
അൽവീന പെർഫ്യൂം ഇപ്പം ഓൾമോസ്റ്റ് 40 വർഷത്തിൽ കൂടുതലായി ഞാൻ പെർഫ്യൂംസ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമ്മുടെ പെർഫ്യൂംസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അവാർഡ് എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടെ ഞാനൊരു വലിയ പരിഭ്രാന്തനായി. ഈ അവാർഡിന് ഞാൻ അർഹനാണോ? അപ്പോൾ എനിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ വരികയാണ്. അപ്പം ഇനിയുള്ള കാലം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും എൻ്റെ കമ്പനിയുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ 2030 വിഷനിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുവാനും മലയാളി കേരളത്തിൽ ജനിച്ച് നമ്മുടെ മലയാളി ബിസിനസ്സുകാർക്ക് ഒരുപാട് വളരെ പുരോഗതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഇപ്പോൾ പെർഫ്യൂം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 2025 മോർ ദാൻ $70 ബില്യൺ പെർഫ്യൂം മാർക്കറ്റാണ്. ബൈ 2030 ഇറ്റ് ഗോയിങ് ടു ബി ലൈക്ക് മോർ ദാൻ $90 ബില്യൺ. അപ്പം നമുക്കതിൻ്റെ ഒരു ഭാഗമാകുവാനും ഈ മണം എന്ന് പറയുന്നൊരു കാര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അത് മിഥുൻ ചേട്ടൻ അറിയാം. അപ്പം ഞാൻ മിഥുൻ ചേട്ടൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ നമ്മുടെ മോൻ്റെ പ്രായമേ ഉള്ളൂ. അപ്പം അപ്പോൾ ഈ പെർഫ്യൂം ലോകത്തിൽ നമുക്കറിയാം ഒരു 10-35 വർഷം മുമ്പേ ആൾക്കാർക്ക് അറിയപ്പെടുന്ന പെർഫ്യൂം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊപ്പസി, കച്ചറ്റ്, വൺ മാൻ ഷോ. അപ്പം ഈ വൺ മാൻ ഷോ വിറ്റ ഒരാളാണ് ഞാൻ. അത് 35 വർഷം മുമ്പേ 40 വർഷം മുമ്പേ. അപ്പം ഈ ഒരു പെർഫ്യൂം ലോകത്തിന് അറിയപ്പെടുവാൻ ഒരു മലയാളി എന്ന നിലയിൽ വളരെ യുണീക്കായിട്ട് ആൾക്കാർക്ക് മണം എങ്ങനെ കൊടുക്കണം, മണത്തോടെ എങ്ങനെ ആൾക്കാരെ ആകർഷിക്കണം, ഒരു ആകർഷത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും അൽവീന പെർഫ്യൂമിലൂടെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ നമ്മുടെ മലയാളികൾക്ക് ഇപ്പം കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവാർഡുകൾ വാങ്ങി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കേരളക്കായ നമ്മുടെ മക്കൾക്ക് നമ്മൾ വളരുന്ന വരുന്ന തലമുറകൾക്ക് വലിയ അനുഗ്രഹമായി തീരുവാനും അതുപോലെ തന്നെ നിങ്ങൾ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനറിയാം മിഥുൻ ചേട്ടനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. നമ്മളൊക്കെ അതുപോലെ ലിയാഖത്ത് ഭായി ഒരുപാട് കഷ്ടപ്പെട്ട് ഈ അവാർഡ് കൊടുക്കുവാൻ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇതിന് സംബന്ധിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നേരെ രാഹുലിലോട്ട് പോവാം. അച്ഛൻ്റെ പേരിലുള്ള അവാർഡാണ്, മകൻ ഏറ്റുവാങ്ങിയിരിക്കുന്നതാണ്. ആ ലെഗസി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്ലീസ് യുവർ വേർഡ്സ്. യെസ്, ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ ദ ഓർഗനൈസേഴ്സ്. എൻ്റെ അച്ഛൻ്റെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് ഇതെല്ലാം അവർ കൺസിഡർ ചെയ്തിട്ട് അതിനൊരു റെക്കഗ്നീഷൻ കൊടുത്തു എന്ന്. ആൻഡ് സീയിങ് ഹീസ് സെറ്റിംഗ് ദ ലെഗസി, ആ ലെഗസി ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫുൾ ഹാർഡ് വർക്ക്സ് നമ്മുടെ സൈഡിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനായി നമ്മൾ എടുക്കുന്നതായിരിക്കും. താങ്ക്സ് a lot to all the organizers. Thank you Rahul, thank you. Moving on again, Anoop. റിയൽ എസ്റ്റേറ്റ്. ഇവിടെ എല്ലാവരും ഇപ്പം ഫസ്റ്റ് അനൂപിനെ കണ്ടാൽ ചോദിക്കുന്നത് ഏത് സ്ഥലത്ത് വാങ്ങണം എന്നുള്ളതായിരിക്കും അല്ലേ? ദുബായിൽ വാങ്ങണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? പ്ലീസ് അനൂപ്, ഹൗ ഇസ് ദ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ഫെയറിംഗ്? ഗുഡ് ഈവനിങ്. റിയൽ എസ്റ്റേറ്റ് എന്താ മിഥുൻ ചോദിച്ചെന്ന്? റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇപ്പോൾ അവിടെ എന്നുള്ളത്? ആ ബൂമിംഗ് ആണെന്നറിയാം. എങ്ങനെയാണ്? ബേസിക്കലി ഞാൻ 2013 റാബ് ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ എൻ്റെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയാണ് ബേസിക്കലി. ഞാൻ 13 years ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലായിരുന്നു. സോ എൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എടുത്തു കൊടുത്തിട്ട് ഞാൻ ഈ ഫീൽഡിലോട്ട് എത്തുന്നത്. സോ ആഫ്റ്റർ ഒരു 1 year സോ ക്ലയൻറ്റ് അത് സെല് ചെയ്തപ്പോൾ ഹി ഗോട്ട് എ പ്രോഫിറ്റ്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് ഇത്രയും ആൾക്കാർ കോമ്പറ്റേറ്റീവ് അല്ലായിരുന്നു. സോ ബേസിക്കലി എനിക്ക് എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണം തോന്നിയിരുന്നു. സോ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസ് ഹാൻഡിൽ ചെയ്താൽ അതിലെങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കി. സോ അത് വളരെ സക്സസ്ഫുള്ളി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആൾമോസ്റ്റ് ഒരു 50-60 ക്ലയൻസിൻ്റെ പോർട്ട്ഫോളിയോസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 100% പ്രോഫിറ്റ് കിട്ടുന്നുള്ളത് കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റും. 100%. Congratulations on the award. Moving on to Mr. Saji Das Vishwan. സൗദി ഇപ്പോഴത്തെ നമ്മൾ അടുത്ത ദുബായ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്നാണ് നമ്മൾ പറയുക. കാരണം എവ്രി വൺ ഇസ് ട്രൈങ് ടു സെറ്റ് അപ്പ് ബിസിനസ് ഔട്ട് ദർ ആൻഡ് യു ആർ സമൺ ഹു ഇസ് ഹെൽപ്പിംഗ് സെറ്റ് അപ്പ് ബിസിനസ് ഔട്ട് ദർ. എങ്ങനെയാണ് 2030 വിഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഈ അവാർഡിന് വേണ്ടിയിട്ട് എന്നെ നോമിനേറ്റ് ചെയ്ത ഗ്ലോബൽ മീഡിയയ്ക്കും ലിയാഖത്ത് ഭായിക്കും റിയലി താങ്ക് യു. ആൻഡ് മിഥുൻ ബ്രദർ ലൈക്ക് എൻ്റെ വൈഫിൻ്റെയൊക്കെ ബെസ്റ്റ് ഫാനായിട്ട് ഒരാളാണ്. സോ ആ പാട്ടിനേക്കാൾ ഉപരി ലൈക്ക് പറഞ്ഞ മാതിരി തന്നെ സൗദി പലർക്കും പല കേട്ട ഓർമ്മകൾ ഒരു പേടിയായ ഉള്ളൊരു ഡെസ്റ്റിനേഷനാണ്.
പ്രവാസിയാവണമെന്ന് ആഗ്രഹിക്കുമ്പം ആൾക്കാരെല്ലാവരും പറയുന്നത് ഞാൻ ദുബൈയിലേക്ക് മാത്രമേ യാത്രയാകുള്ളൂ എന്നാണ്. പക്ഷേ ഞാൻ 2008 മുതൽ സൗദിയിലേക്ക് ചെല്ലുകയും അന്ന് മുതൽ അവിടുത്തെ ഓരോ ഹഡൽസ്, ഓരോ ഹാർഡ്ഷിപ്പുകൾ കണ്ട് ഓരോ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ഗ്രാബ് ചെയ്ത് പല ബിസിനസ് ചെയ്യുകയും ആ ചെയ്ത പാട്ടിൻ്റെ മുതലാണ് 2018 ഗവൺമെൻറ് കൊണ്ടുവരുന്നൊരു വിഷനാണ് 100% ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം. ആ വിഷൻ കൊണ്ടുവരാൻ കാരണം തന്നെ 2030 വരാൻ പോകുന്ന എക്സ്പോയും 2034 വരാൻ പോകുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവൻറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നതും. ആ ഇവൻറ്റിനെ കുറിച്ച് ഇന്നോവേറ്റ് ചെയ്തിട്ടാണ് സൗദി കിങ് സൽമാൻ ബിൻ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. നമ്മുടെ കമ്പനി തന്നെ ഏകദേശം 500 അബവ് ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പോൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്യുകയും ആ ഇൻവെസ്റ്റേഴ്സ് അവിടെ വന്ന് ബിസിനസ് ചെയ്യും. ഒരു സൗദീൻ്റെ പേടി, പണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വന്ന് ബിസിനസ് തുടങ്ങും, വലിയ രീതിയിൽ തുടങ്ങും, ബിസിനസ് സൗദി പിടിച്ചെടുത്തിട്ട് അവസാനം കേസ് പ്രശ്നം, കുറേ ചാരിറ്റബിൾ, കുറേ ഗവൺമെൻറ് ലീഗാലിറ്റീസ് വന്നിട്ട് അവരെ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതൊക്കെ ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടും നമ്മുടെ പല നേതാക്കന്മാരും പല അവിടെ ചാരിറ്റി ചെയ്യുന്ന പല ആൾക്കാരും, ഓരോരുത്തർ നാസോക്കായി, അഷ്റഫ് താമരശ്ശേരിയായി, പലരും വന്ന് അവർ ഓരോരുത്തരുടെ അപ്പീൽസും ഒക്കെ ആയിട്ട് വന്ന ഒരു സപ്പോർട്ടും ആ ഒരു ലീഗാലിറ്റിയിൽ കേട്ടിട്ടാണ് സൗദി ഗവൺമെൻറ് ഇതിനൊരു ഇന്നോവേറ്റീവ് എടുത്തിട്ട് ആ ഇൻവെസ്റ്റേഴ്സിനെ വരിക, നിങ്ങൾ ഫ്രീലി ലൈക്ക് ഓയിൽ ആൻഡ് ഗ്യാസ്, സോളാർ, റിസോഴ്സ് എനർജീസ്, ഫുഡ്, ഫാഷൻ ഇൻഡസ്ട്രീസ്, എല്ലാ രീതിയിലും നെക്സ്റ്റ് ഒരു ദുബൈ എന്ന് പറയുന്നൊരു വെഞ്ചറിലേക്ക് സൗദിനെ കൊണ്ടുവരികയും ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ഇൻവെസ്റ്റേഴ്സ് വരാൻ താല്പര്യമുള്ളവർക്കാണേലും എല്ലാ രീതിയിലുള്ള ലീഗാലിറ്റീസും ലീഗാലിറ്റി ഫോർമാറ്റ്, ഈവൻ സൗദിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാം പണ്ടത്തെ ഒരു സൗദി അല്ല ഇന്ന് ആൾക്കാർ ഈസിലി വരാനും എങ്ങനെ ഒരു പണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉംറ വേണ്ടി മാത്രം ഇന്ന് പെട്ടുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ഉംറയ്ക്ക് വന്നാലും എന്ത് സംഭവിക്കും എന്നറിയാതെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായിട്ട് മാറിത്തീർന്നുകൊണ്ടിരിക്കുകയും നെക്സ്റ്റ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ആവാനുള്ള രീതിയിലേക്ക് സൗദി ഡെവലപ്പ് ആവുകയാണ്. ആ രീതിയിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് വരാനും എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ടൈമാണ് ഇപ്പോഴത്തേത്. താങ്ക് യു മിസ്റ്റർ ജോൺ തോമസ്, കൺഗ്രാറ്റുലേഷൻസ്. അത് പിന്നെ പേര് നേരത്തെ തെറ്റി പറഞ്ഞു. മിസ്റ്റർ ജോൺ തോമസ്, അഗെയിൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഇപ്പം സൗദിയിൽ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതുപോലെ ഏറ്റവും ഈസിയായി ലീഗലായിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് യു വിൽ ബി ദ ഗൈഡ് അല്ലേ. താങ്ക്സ് ലോട്ട് മിസ്റ്റർ ജോൺ തോമസ്. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദി അവാർഡ്. ആൻഡ് നൗ വി ഗോ ടു ഉണ്ണികൃഷ്ണൻ സുറോമി. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദി അവാർഡ് ആൻഡ് പ്ലീസ് യുവർ വേർഡ്സ് ടു ദി ഓഡിയൻസ്. Yeah, thank you very much for having me here, Liaquat sir. Actually, ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല, കാര്യം ഫാദർ സ്റ്റാർട്ട് ചെയ്തു. ഒരു 45 ഇയേഴ്സായിട്ട് ഫാദർ ഒമാനിൽ ബിസിനസ് ചെയ്യുകയാണ്. അതിൻ്റെ ബേസിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഈസ് നോട്ട് വിത്ത് മീ. ഐ ആം ഡെഡിക്കേറ്റിംഗ് ഓൾ മൈ വോട്ട് യു കോൾ, ഈ ഒരു പൊസിഷനിൽ എത്തിയതെല്ലാം ഫാദറിൻ്റെ ഒരു വോട്ട് യു കോൾ ഹിസ് determination, it's all what all he has sacrificed in his life, I know. And main thing is what I learned from him. In business we might fall, but how we can come back, that is the main thing. Absolutely. Yeah. ഇപ്പോൾ ഞാനിപ്പോൾ എന്തൊരു സിറ്റുവേഷനിലായിരുന്നാലും എന്ത് സംഭവിച്ചാലും ഐ ഹാവ് ദറ്റ് കോൺഫിഡൻസ് ഇൻ മീ ദറ്റ് ഐ ജസ്റ്റ് തിങ്ക് വാട്ട് മൈ ഫാദർ വിൽ ഡു ഇൻ ദിസ് സിറ്റുവേഷൻ ആൻഡ് ഐ ഗെറ്റ് ആൻ ആൻസർ വെരി ഫാസ്റ്റ്. സോ ദാറ്റ്സ് വാട്ട് കീപ് മീ ഗോയിങ്. ആൻഡ് I'm so saying I don't know how to completely understand your loss of words when you're thinking of your father. I dedicate all this award to him. Actually, Absolutely. he is a person to collect this, but I don't know, he's not with me. Yeah. Please, a round of applause for him, dedicated to his father. And now we come to Sajidas Vishwan. Congratulations on the award. And please, your words to the audience. താങ്ക് യു ഓൾ. ആദ്യമായി ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ സന്തോഷം നിങ്ങളോട് പ്രകടിപ്പിക്കട്ടെ. കാരണം ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ അവാർഡ് വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചത് ലിയാക്കത്തിൻ്റെയും കൂടി ഒരു സപ്പോർട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും കൂടിയാണ്. അതുപോലെ തന്നെ ദുബായ് ഗവൺമെൻറ്റിൻ്റെയും UAE ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ടോടു കൂടിയാണ്. എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2009 ഞാനൊരു പ്രവാസി ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ 2000
2000 പ്രവാസ ജീവിതം നയിച്ച് 9 വർഷത്തിനുള്ളിൽ ഞാനൊരു ബിസിനസ് ചെറിയ രീതിയിൽ തുടങ്ങി. ഇന്ന് ലോകത്തിൻ്റെ പല ഏരിയയിലേക്കും എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ എൻ്റെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാവുന്ന ഒന്നാണ്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് ദി അവാർഡ്. അഗൈൻ നമ്മളൊക്കെ സ്റ്റക്കാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ലക്ക് വേണമെന്നുണ്ടെങ്കിലുള്ള ആളാണ് അപ്പുറത്തിരിക്കുന്നത്. സോഡിയാക് ടെമ്പിളാണ് നടത്തുന്നത്. നമുക്ക് പറഞ്ഞ പോലെയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇതാവും. കാരണം നമ്മളെ ഭയങ്കര റിലാക്സ് ചെയ്യിച്ചിട്ട് നമുക്ക് വേണ്ട ഭാഗ്യരത്നങ്ങളും കല്ലുകളും ഒക്കെ തരുന്ന വ്യക്തിയാണ് മുരുകൻ സാർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മിഥുൻ. യുവർ വേർഡ്സ് ടു ദി ഓഡിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, ഞാൻ ആലപ്പുഴ ജില്ല ചെങ്ങന്നൂർ ആണ് ഇപ്പോൾ താമസിക്കുന്നത്. ആലപ്പുഴയിലക്കാരനാണ്. എനിക്ക് ഏറ്റവും സന്തോഷം ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഇവിടെ ട്രിവാൻഡ്രത്താണ്. അവിടെ വെച്ച് തന്നെ ഒരു അവാർഡ് നിങ്ങളെല്ലാവരും തന്നതിൽ വളരെ സന്തോഷം. ഇവിടെ എൻ്റെ വൈഫ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആള്. പിന്നെ എൻ്റെ ബിസിനസ് തുടങ്ങിയത് ആക്ച്വലി എൻ്റെ മുത്തച്ഛനാണ്. അതായത് 115 വർഷം മുമ്പ് തുടങ്ങിയതാണ്. 1910 ആലപ്പുഴയിലായിരുന്നു. ഗോൾഡ് ബിസിനസ്സായിരുന്നു. അന്ന് റോയൽ ഫാമിലിയൊക്കെ ഞങ്ങളുടെ ക്ലയൻസ് ആയിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അച്ഛൻ ചെമ്പകാമണി, ചെമ്പക ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണക്കട നടത്തിയായിരുന്നു. അതിനുശേഷം 3-ാം തലമുറയായി ഞാൻ സ്വർണ്ണമൊക്കെ നല്ല തിളക്കമാണ്, അതിലും തിളങ്ങിയ രത്നങ്ങളിലാണ് കയറി പിടിച്ചത്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ഞാൻ പഠിച്ചു. GIയിലാണ് പഠിച്ചത്, മുംബൈയിൽ. അങ്ങനെ ഈ സോഡിയാക് ടെമ്പിളുള്ള പേരിൽ 25 വർഷം മുമ്പ് ഞാൻ ബ്രാൻഡ് ചെയ്തു എൻ്റെ ജെംസിൽ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരെണ്ണം നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത്. 15 വർഷമായി ഞാൻ ദുബൈയിൽ ബിസിനസ് ചെയ്തു, ആദ്യത്തെ കട. ഇപ്പോൾ അവിടെ എനിക്ക് 3 സ്ഥാപനങ്ങളുണ്ട്. എനിക്ക് നടത്താൻ പറ്റിയത് തന്നെ ഈ കല്ലിനെ കുറിച്ചുള്ള നോളജാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് നടത്തുമ്പോൾ ഇതിൻ്റെ നോളജ് മസ്റ്റാണ്. എൻ്റെ മോനെയും ഞാനത് പഠിപ്പിച്ചു. അവന് IGI ദുബായിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവനും പഠിച്ചു, ഉന്നത വിജയം അവനും നേടി. ഇപ്പം എൻ്റെ ദുബായിലെ ബിസിനസ്സൊക്കെ എൻ്റെ മോനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ നാട്ടിലെനിക്ക് ഷോപ്സ് ഉണ്ട്, കൊല്ലത്തുണ്ട്, ചെങ്ങന്നൂരുണ്ട്. അത് എൻ്റെ മോളുടെ പേര് മോണിക്ക M. അലങ്കാർ എന്നാണ്. അവളാണ് നാട്ടിലെ ബിസിനസ്സൊക്കെ നോക്കുന്നത്. മോൻ്റെ പേര് മിത്തുൽ M. അലങ്കാർ. അവനാണ് ദുബൈയിലെ മിത്തുലാണ് കേട്ടോ. അവനാണ് ദുബൈയിലെ ബിസിനസ്സൊക്കെ നോക്കുന്നത്. ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് എൻ്റെ വൈഫ് ശുഭ. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് പോകുന്നു. പക്ഷേ ഇന്നിപ്പം അദ്ദേഹം ഡോക്ടർ ബിജു രമേശ് സാർ പറഞ്ഞ കണക്ക് അടുത്ത കണ്ണ് ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് വെക്കുന്നത്. ഉദ്ഘാടനത്തിനും അദ്ദേഹത്തെ തന്നെ ക്ഷണിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും ചേർന്നൊരു പിക്ചർ എടുക്കാം. പക്ഷേ മുരുകൻ സാർ നല്ല ക്രൂരതയാണ് കാണിച്ചത്. നമ്മളാരും ഭാര്യയുടെ പേര് പറയാതെ നിങ്ങൾ പറഞ്ഞത് വലിയ ക്രൂരതയായി പോയി. പ്രശ്നമാണ്. തിരിച്ച് നീ ഇറങ്ങുമ്പോൾ അറിയാം എന്താണ് പ്രശ്നം എന്നുള്ളത്. പ്ലീസ് ലെറ്റ്സ് ഓൾ ടേക്ക് എ പിക്ചർ ടുഗദർ. Everyone, please put your hands together for all these gentlemen who have actually won these awards. നിങ്ങളുടെ അവാർഡ്സോട് കൂടി മുമ്പോട്ട് വന്നു നിന്ന് ഒരു പിക്ചർ എടുക്കാം. And while they take the picture, let me remind you, നമുക്കിന്ന് ഈ വൈകുന്നേരം തീർച്ചയായും ഇത് നടത്തുമ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പായിട്ട് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ആൻഡ് ദ ബ്രാൻഡ് നെയിം ഇസ് കൊല്ലം സുപ്രീം. കൊല്ലം സുപ്രീമാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡ് ടൈറ്റിൽ എന്നുള്ള രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും കൊല്ലം സുപ്രീമിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. Once again, a round of applause for all the people here on the stage. Everyone, please. Thank you, gentlemen. Thanks a lot. You can return to your seats. Vijaya, can I request you to stay back? We need you for some more time. Congratulations, everyone. Congratulations. See you all soon. Of course, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലം സുപ്രീം ആണ് നമുക്കുള്ള ഈ സപ്പോർട്ടും ഒക്കെ തരുന്നത്. കൊല്ലം സുപ്രീമിന്റെ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. പ്ലീസ് വീഡിയോ പ്ലീസ്. रे सरे तोर पडको तदुपरि कथयतुको सरे सरे तोर पडको तदुपरि कथयतुको చివరికి ఎవరెనకో సమయమా భలే సాయం చేసావమ్మా
Absolutely a unique, popular retail brand in Kerala, Kollam Supreme. Thanks a lot for the wholehearted support. And now, segueing directly to someone who is the jury chairman of this award. നമ്മുടെ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് ഗ്ലോബൽ മീഡിയ നൽകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള ചേംബർ ഓഫ് കൊമേഴ്സുമായി ചേർന്നാണ് നൽകുന്നത്. അതിനൊരു ജൂറി ഉണ്ട്. ആ ജൂറി ചെയർമാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അഡ്വക്കേറ്റ് ഷിബു പ്രഭാകർ, മേ ഐ റിക്വസ്റ്റ് യുവർ പ്രസൻസ് ഹിയർ ഓൺ ദി സ്റ്റേജ്. Please put your hands together and welcome Advocate Shibu Prabhakar onto the stage. Dear friends, first of all, I thank Golden Achievement Award organizers giving an opportunity to Kerala Chamber of Commerce and Industry for selecting awardees for Golden Achievement Award. Before going to subject, I would like to say a few words about India and Kerala. നമ്മൾ 10 വർഷം മുമ്പ് കാണുന്ന ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. 10 കൊല്ലം മുമ്പ് നമ്മൾ GDP 10ാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ 4ാം സ്ഥാനത്താണ്. ഈ 4ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തോട്ട് കയറണമെങ്കിൽ തുച്ഛമായ നമ്പേഴ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മളെ പണ്ട് നമ്മളെ ഭരിച്ചിരുന്നവരല്ല ഇപ്പം നമ്മളെ പിന്നിലാണ്. അതേപോലെ തന്നെ ഈ 10 വർഷത്തിനിടയ്ക്കുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, മേക്ക് ഇൻ ഇന്ത്യ, ഇതെല്ലാം വൻ വിജയമായിരുന്നു. നമ്മൾ ഇന്നത്തെ വന്ദേ ഭാരതൊക്കെ മേക്ക് ഇൻ ഇന്ത്യയിലുണ്ടായ പ്രോഡക്ട്സാണ്. നമ്മൾ തന്നെ അതിനകത്തുള്ള യാത്രയ്ക്കൊന്നും ഇപ്പം ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ പഴയ സ്ഥിതി ഒരുപാട് മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിലും കേരളവും ഒരുപാട് കാര്യത്തിൽ മുന്നോട്ട് പോയി. ഇന്നലെ എങ്ങാണ്ട് ഞാൻ എന്തോ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനകത്ത് കടന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 47% കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന മലയാളീസാണെന്നാണ്. അത് വലിയൊരു അതിശയമുണ്ടാക്കിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ കേരള ചേംബർ ഈ അവാർഡൈസിനെ സെലക്ട് ചെയ്യുന്നതിന് KCCI selected awardees after considering how they started, their hardworking nature, risk-taking capacity, service to society. ഇത്രയും ഞങ്ങൾ അവരെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പരിശോധിച്ചിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ നമ്മളെ പഴയകാല ബിസിനസ്സിനോട്, പഴയ കാലത്ത് ഇപ്പം ഞാനൊക്കെ ബിസിനസ്സിൽ വരുമ്പം എൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് ബിസിനസ്സിൽ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. നമ്മളെയൊക്കെ നിർബന്ധത്തിൽ ഇറങ്ങിയ ഏതാണ്ട് 85-86 കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. 91 ശേഷം ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷമാണ് നമ്മളെ ഇന്ത്യയിലെ ബിസിനസ്സിനൊരു വലിയ മാറ്റം വന്നത്. നേരത്തെ ലോവർ സെൽഫിൽ നിന്നുള്ള ഓപ്പറേഷനായിരുന്നു എല്ലാം. പിന്നീട് ഈ ഗ്ലോബലൈസേഷൻ വന്നപ്പം നമ്മളെ ഈ പല മൾട്ടിനാഷണൽ കമ്പനീസും നമ്മളെ ഈ ബിസിനസ് എത്തിക്സ്, വർക്ക് എത്തിക്സ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ എത്തിക്സും പഠിച്ചപ്പം നമ്മളെ ഓപ്പറേഷൻസും മൊത്തവും ഹയർ സെൽഫിന്നായി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ പുതിയ ജനറേഷനെല്ലാം ബിസിനസ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മൾ ഈ ഹയർ സെൽഫ് എന്ന് പറയുന്നത് ഈ നമുക്ക് അതിനെപ്പറ്റി പറയുന്നത് ദർ ഇസ് എ ലിറ്റിൽ ഇന്നർ വോയിസ് എന്ന് പറയും. നമ്മൾ ഉള്ളിലൊരു ലിറ്റിൽ ഇന്നർ വോയിസ് ഉണ്ട്. അതാണ് ഹയർ സെൽഫും ലോവർ സെൽഫും. അതിന് വേറൊരു പേരും പറയും, ദൈവവും ചാത്തനും. ഈ ഇന്നർ സെൽഫിൽ നിന്ന് വരുന്ന എല്ലാം ക്വാളിറ്റി ഉള്ള വർക്കായിരിക്കും, ദൈവത്തിൻ്റെ വർക്കായിരിക്കും. ലോവർ സെൽഫിൽ നിന്ന് വരുന്ന എല്ലാം ഒരു ക്വാളിറ്റി ഇല്ലാത്തയും, അല്ലെങ്കിൽ ലോവർ സെൽഫ് എന്ന് പറയുന്നത് ഈ ചാത്തനെ കൺട്രോൾ ചെയ്യുന്നത്, ചാത്തൻ്റെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് ചാത്തൻ്റെ ബോഡിയാണ്. ഹയർ സെൽഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബ്രെയിനാണ് ദൈവത്തിൻ്റെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. ഈ വ്യത്യാസം ലോവർ സെൽഫിനും ഹയർ സെൽഫിനുമുണ്ട്. അതേപോലെ തന്നെ ഈ ചാത്തൻ എന്ന് പറയുന്ന സാധനം ദൈവത്തിനേക്കാളും ഭയങ്കര സ്ട്രോങ്ങാണ്. അത് ചാത്തൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ലോവർ സെൽഫ് ഒരിക്കലും പണിയെടുക്കത്തില്ല. പണിയെടുക്കാതിരിക്കാനുള്ള റീസൺസ് കണ്ടുപിടിക്കും, എല്ലാത്തിനും തടസ്സം പറയും. അതേപോലെ ദൈവത്തിനേക്കാൾ സ്ട്രോങ് ആണ് ഈ ചാത്തൻ. നമുക്കറിയാമല്ലോ, ഈ അടുത്ത സമയത്ത്
വെഞ്ഞാറുമൂട്ടിലൊരു കൊലപാതകം നടന്ന് ഈ എഫ്രാൻ എന്ന് പറഞ്ഞ പയ്യൻ അവൻ 5 പേരെയാണ് കൊന്നത്. ഈ 5 പേരെ കൊന്നത് ആദ്യമേ അമ്മയെ കൊല്ലാൻ നോക്കി, അമ്മ മരിച്ചില്ല. പിന്നെ അനിയനെ കൊന്നു, ലവറിനെ കൊന്നു, പിന്നെ അതുകൂടാതെ അച്ഛൻ്റെ അനിയനെയും ഭാര്യയും കൊന്നു, അമ്മയുടെ അമ്മയെ കൊന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ 15 ദിവസം കഴിഞ്ഞ് ജയിലിൽ പോയപ്പം അവനവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കാര്യം ഇവനെ കൊണ്ട് ചാത്തന ഇതെല്ലാം ചെയ്യിപ്പിച്ചത്, നമ്മളെ ലോവർ സെൽഫാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതേസമയം ജയിലിൽ ചെന്നപ്പോൾ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ അവൻ ജയിലിൽ എല്ലാവരെയും റിഫൈൻ ചെയ്യുന്ന സ്ഥലമാണ്, അവിടെ ചാത്തൻ്റെ പ്രവർത്തനമില്ല. അപ്പോൾ അവന് ഒരു സ്വബോധം വന്നപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതാണ് നടന്നത്. നിങ്ങൾ ഈ അവാർഡ് മേടിച്ച് ഇവിടെ ഓരോരുത്തരും, നമ്മുടെ ഉള്ളിൽ ചാത്തനും ദൈവവും ഉണ്ട്, നമുക്കതിനെ സപ്രസ് ചെയ്യാനേ പറ്റൂ. നിങ്ങൾ ഇവിടെ ഈ അവാർഡ് മേടിച്ച് ഓരോരുത്തരും ഈ ചാത്തനെ സപ്രസ് ചെയ്ത് അതിനെ വീക്കൻ ചെയ്തുകൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ എനർജി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ച് ഞങ്ങൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവാർഡ് തരുന്നതിന് മുമ്പ്. അപ്പം അതിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായ ഈ ഒരു കാര്യമാണ്. ഇനിയും നിങ്ങൾക്ക് ഈ ശക്തി കൂടുതലാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സർ. പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം our side for being our chairman, for being our jury chairman, and not just that, the support that you've been giving is really overwhelming. Another set of awards like കടക്കാൻ പോവാണ്, and this one is the jewelry industry in Saudi Arabia. For Balkis Gold, Mr. Mubarak Mohammed. Video please. Mr. Mubarak Mohammed, Managing Director, Balkis Gold, Saudi Arabia. Mr. Mubarak stands as a shining example of resilience, vision, and entrepreneurial excellence, and he has carved a remarkable niche for himself in the highly competitive Saudi Arabian gold industry. Mubarak's entrepreneurial instincts were shaped early by his father, who built a respected legacy in gold ornaments and commanded nearly 35 years of success in the sector. His leadership and contributions have not gone unnoticed. Mubarak was honored with the Media One Business Excellence Award, presented by the Saudi Media and Communications Director. And for Balkis Gold, Mr. Mubarak Mohammed couldn't make it tonight, but his father, the CEO of Balkis Gold, Mr. KV Mohammed, is here to receive the award. I request Dr. Biju Ramesh to do the honors of presenting him with the award for the Jewelry Industry Excellence, Balkis Gold from Saudi Arabia. The innovations that they're bringing in the land of Saudi Arabia is indeed appreciable. Congratulations, sir. Congratulations to Balkis Gold, and please collect the award from Dr. Biju Ramesh. Sir, I request you to stay back. നമ്മുടെ ഡയസിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക നമ്മളോടൊപ്പം. അടുത്ത അവാർഡിലേക്ക് കടക്കുകയാണ് ഞാൻ. For Polychem Middle East, the Managing Director, Santosh Kumar. Video please. Mr. Santosh Kumar Ketith, Managing Director, Polychem, Middle East, Ajman and Mangrove, Heritage Home, Chendamangalam, Kerala. In the world of composites and industrial innovation, Mr. Santosh Kumar has carved out a legacy built on determination, honesty. As an entrepreneur and respected community leader in the UAE, his journey reflects both business excellence and social responsibility. Mr. Santosh has a vibrant partnership with Abdul Salam at Polychem Middle East.
Please put your hands together and welcome Mr. Santosh Kumar. And again, നമുക്ക് ദുബായിൽ ഇപ്പൊ അജ്മാൻ എന്നാണ് പറയുന്നതെങ്കിൽ കൂടി ദുബായിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്ന് പറയാം. പോളിക്കും ഇദ്ദേഹവും നമുക്ക് സലാമിക്കും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മാംഗ്രോവ് ഹെറിറ്റേജ് ഹോം അതിന്റെ കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. Congratulations on the award. Please collect the award from Dr. Biju Ramesh, the chairman of the Kerala Chamber of Commerce. Please stay back, sir. Please stay back for a group discussion after this. Now going on to the next award for Mr. Rajan Daniel, the chairman and managing director of Attention Accuracy Company. Video please. Mr. Rajan Daniel, Managing Director, Attention Accuracy Company, Riyadh, Saudi Arabia. From the quiet village of Kerala to the bustling industrial hub of Riyadh, the life story of Rajan Daniel is one of resilience, enterprise, and compassion. Driven by courage and an unshakable belief in hard work, he laid the foundation of his own steel fabrication unit with just a handful of employees, now Attention Accuracy Company, a name synonymous with quality and reliability in the kingdom. But Rajan Daniel's life is not defined by business success alone. Having endured hardships in his journey, he turned adversity into strength, using it as fuel to help others. Ladies and gentlemen, please put your hands together and welcome Mr. Rajan Daniel right here onto the stage of Global Media Presence Golden Achievement Awards Dubai Kerala 2nd edition 2025. We would like to honor him on the stage, and of course the award is presented to him by Dr. Biju Ramesh, the chairman of the Kerala Chamber of Commerce. Congratulations, sir. We would love to honor you on the stage of Global Media Presence Golden Achievement Awards. Thank you for your presence, sir. Thank you. Congratulations. Thank you, and now for the certificate. So please take a seat. Please take a seat. Would love to have a word with you. എനിക്കറിയാം ശ്രീ മുബാറക് മുഹമ്മദിന് ഇവിടെ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഇവിടെ ഉള്ളത്. രണ്ട് വാക്ക് അവാർഡിനെ കുറിച്ച്. നന്ദി എല്ലാവർക്കും. ഈ അവാർഡിന് ഞാനൊക്കെ അർഹനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ മകനെ ഇത്ര വളർത്തി വലിയൊരു സെറ്റപ്പിലാക്കിയതും എല്ലാം ദൈവത്തിൻ്റെ കഴിവ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബിസിനസ് തൊട്ടെടുത്ത് വളർത്തി മകനെ ഏൽപ്പിച്ച് ഇപ്പോൾ ഞാൻ പ്രവാസം നിർത്തിയിട്ടില്ല. ഇവിടെ തന്നെ 18-ാം വയസ്സിൽ തുടങ്ങിയ പ്രവാസമാണ്. എങ്കിലും ഭംഗിയായിട്ട് ദൈവം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Assalamu alaikum. Thank you. Islam. Thank you. And now Mr. Santosh Kumar Lotubote, the Managing Director of Polycam. അദ്ദേഹത്തിന് ധൃതി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത്. മിസ്റ്റർ സന്തോഷ് കുമാറിന്റെ വാക്കുകളിലേക്ക് കടക്കട്ടെ. Thank you. Congratulations and please your words to the audience. ഗോൾഡൻ അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചതിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷം നിങ്ങളുമായിട്ട് ആദ്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ ഈ അവാർഡിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്ത ശ്രീ ലിയാഖത്ത് അലി, ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ മിഥുന് മാത്രമേ സാധിക്കുള്ളൂ. മിഥുനോടുള്ള നന്ദി. അതുപോലെ കേരളത്തിലെ വ്യവസായികളിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്
ബിസിനസ്സിൽ ആദ്യം വേണ്ടത് ധൈര്യമാണ്. കേരളത്തിൽ ഇത്രയും ധീരനായിട്ടുള്ളൊരു വ്യവസായം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശ്രീ ബിജു രമേശിൻ്റെ ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. എന്നോടൊപ്പം ഇന്നിവിടെ അംഗീകാരം ഏറ്റുവാങ്ങിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. വന്ന വഴികൾ ഒരാൾക്കും വ്യത്യസ്തമല്ല, പക്ഷേ എത്തിച്ചെന്ന സ്ഥലം ഗൾഫ് നാടുകളാണ്. ഗൾഫ് നാടുകളിലെ ഭരണകർത്താക്കളുടെ വിഷൻ, അവരുടെ നമ്മളുമായിട്ടുള്ള സമീപനം, നമുക്ക് സാധാരണ ഒരു മനുഷ്യനെ ബിസിനസ് ചെയ്ത് സക്സസ് ആവാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ രാജ്യത്ത് ഉണ്ട്. അതുകൊണ്ട് മാത്രം കച്ചവടക്കാരനായ ആളാണ്. എൻ്റെ ഒരു പാർട്ണറുണ്ട് എനിക്ക്, അബ്ദുസലാം, മിഥുൻ്റെ ഫ്രണ്ടാണ്. സലാമ ഞങ്ങൾ ഒന്നിച്ചാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ സഹോദരനും എൻ്റെ ബിസിനസ്സിൽ മാൻഗ്രൂവിൽ എന്നെ സഹായിക്കുന്ന ശ്രീ കാസിമുണ്ട്. അദ്ദേഹം എറണാകുളത്ത് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ബിജു സാറ് പറഞ്ഞ പോലെ ബ്ലൂ എക്കോണമിനെ പറ്റി കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ ചിലപ്പോൾ പറഞ്ഞു കേട്ടു തുടങ്ങിയത് ഈ നമ്മളുടെ പോർട്ട് വന്നതിന് ശേഷമായിരിക്കും. 30 വർഷമായിട്ട് 95 തൊട്ട് ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും ഭാവി ബ്ലൂ എക്കോണമിയിലാണെന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ് നാണു വിശ്വനാഥൻ. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഭ്രാന്തനെ പോലെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അന്ന് കണ്ട കാഴ്ചയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമില്ല, വലിയൊരു സംഭവമാണ്. കേരളത്തിൽ ഒന്നും കൂടി ഈ റോഡുകളെല്ലാം ഹൈവേകളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിനെ പിടിച്ചു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും പറ്റാത്ത വലിയൊരു ഭാഗ്യമാണ് വിഴിഞ്ഞം പോർട്ട്. വളർന്നു വരുന്ന ഇതിലിരിക്കുന്ന എൻ്റർപ്രണേഴ്സ് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് മനു വന്നിട്ടുണ്ട്, അയാളൊക്കെ പുതുതായിട്ട് ബിസിനസ് ചെയ്തതാണ്. എനിക്ക് ബിസിനസ്സുകാരോട് ആകെ പറയാനുള്ളത് എത്തിക്സ്, ഒരു കച്ചവടം ഒരു സെയിൽസ് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. ആഫ്റ്റർ സെയിൽസ് സർവീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സാധനം വിറ്റാൽ അതിന് വരുന്ന പാകപ്പിഴതകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് ശരിയാക്കി കൊടുക്കലാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും. അതുപോലെ സാഹോദര്യം, പഴയ കാലത്തെ മാതിരി സെയിൽസ്മാൻ സംസാരിച്ചല്ല പ്രൊഡക്റ്റ് വിൽക്കുന്നത്, ബന്ധങ്ങളിൽ കൂടെയാണ്. ഒരാൾക്ക് അയാളുടെ കസ്റ്റമറുമായിട്ടുള്ള ആത്മബന്ധം, ആ ബന്ധത്തിൽ കൂടെ മാത്രമേ ഇനി കച്ചവടത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഓണസ്റ്റി, അതുപോലെ ഡെഡിക്കേഷൻ, ആഫ്റ്റർ സെയിൽ സർവീസ്, മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം വളരെ സ്നേഹത്തോടുകൂടി നിലനിർത്തി കഴിഞ്ഞാൽ ആർക്കും കച്ചവടക്കാരനാകാം. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഗോയിങ് ഓൺ ടു മിസ്റ്റർ രാജൻ ഡാനിയൽ. കൺഗ്രാറ്റുലേഷൻസ് സർ. യുവർ ഓഡിയൻസ്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ മാന്യ സഹോദരിമാർക്കും എൻ്റെ സായം സന്ധ്യയിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഇതുപോലെ ആയിരിക്കാൻ ഇടയാക്കിയൊരു സന്തോഷമുണ്ട്. ഞാൻ പലരുടെയും കാര്യങ്ങൾ കേട്ടു, പല കാര്യങ്ങൾ കണ്ടു, ഒക്കെ അനുഭവിച്ചു. എന്നാൽ ബിസിനസ് അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ പണം എന്നുള്ളത് സമ്പാദിക്കുക എന്നുള്ളതല്ല ഞാൻ ബിസിനസ് കൊണ്ടുള്ള കാഴ്ചപ്പാട് കാണുന്നത്. രണ്ടാമത്, വിദ്യാഭ്യാസം ബിസിനസ് ഒരു മാനദണ്ഡമായിട്ട് ഞാൻ കാണുന്നില്ല. അനുഭവത്തെ ആർക്കും ഖണ്ഡിക്കാൻ പറ്റത്തില്ല. ഇന്ന് പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള പുതിയ തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അംബാനിയോ അദാനിയോ യൂസുഫ് അലിയോ ആകാൻ പറ്റില്ലെന്ന് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഞാൻ 34 വർഷക്കാലമായിട്ട് സൗദിയിലായിരിക്കുന്നു. ഞാൻ എൻ്റെ ഇവിടുത്തെ 10,000 രൂപ ശമ്പളത്തിൽ ഏകദേശം ഞാൻ 13 കൊല്ലം ജോലി ചെയ്തു. വിശ്വസ്തത, ആത്മാർത്ഥത, സഹനത, ക്ഷമ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് എത്തപ്പെടാൻ അനേക മേഖലകൾ കാണും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ആത്മഹത്യ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. അനേക ഭവനങ്ങളിലെ അവസ്ഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമായിരിക്കുന്നു എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ കാരണം എൻ്റെ ഒരു അയൽവാസി ഒരു ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രേരിതനാണെങ്കിൽ അത് ഞാനോട് അതിന് കുറ്റക്കാരനാണ്. കാര്യം കുറേ പണം സമ്പാദിച്ച് വലിയവനാകുക എന്നുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. നമ്മുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകണം. നമ്മുടെ രക്തബന്ധത്തിലുള്ളവരെ, നമ്മുടെ പഞ്ചായത്തിലുള്ളവരെ, നമ്മുടെ അയൽവാസികളെ നമ്മൾ കുറേ സമ്പത്തിലൂടെ ഉണ്ടാക്കി കൂട്ടി പ്രശസ്തിയും പേരും സമ്പാദിച്ചിട്ട് ഒന്നുമില്ലാതെ കടന്നു പോകുന്നതിനേക്കാൾ ഉപരി നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിവത്
നമുക്ക് കിട്ടുന്ന നന്മകളുടെ അവരും ഒരു ഭാഗവാക്കാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തോട് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി നമ്മളിലുണ്ട്. കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് ഞാൻ ഇന്ത്യയിലെ 10,000 രൂപയ്ക്ക് ജോലി ചെയ്ത വ്യക്തി 14 കൊല്ലത്തിൽ ഞാൻ 3 വർഷമാണ് നാട്ടിൽ വന്നത്. വളരെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, താഴ്മയോടെ, വിനയത്തോടെ, വിശ്വസ്തയോടെ എന്നിവരെ ജീവിച്ചുകൊണ്ട് എനിക്ക് അവിടെ ഈ നിലയിലേക്ക് എത്തിപ്പെടാനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഈ സദസ്സിൽ എന്നെ ആദരിച്ച എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ദുബൈയിൽ വെച്ച് ഇതുപോലെ ഒരു ആദരവ് എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, സമ്പത്ത് എല്ലാം കളഞ്ഞിട്ട് പോകേണ്ടതാണ് ഇവിടെ. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ രക്തബന്ധത്തിലുള്ളവരെ ജാതി, വർണ്ണ, ലിംഗ വ്യത്യാസമില്ലാതെ നമ്മുടെ സമ്പത്തിൻ്റെ അവരെല്ലാം അതിന് ഭാഗവാക്കാണെന്ന് ഉത്തരബോധ്യം ഇതുവരെ ഇവിടെ അവാർഡ് ലഭിച്ചവർക്കും ഇനി അവാർഡ് ലഭിക്കാനുള്ളവർക്കും ഒക്കെ എൻ്റെ ഉപദേശമായി കൈക്കൊള്ളുക എന്ന് ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. താങ്ക് യു സർ, വെരി ഇൻസ്പയറിംഗ് വേർഡ്സ്. താങ്ക്സ് ലോട്ട്. നിങ്ങളുടെ അവാർഡ്സുമായിട്ട് വന്ന ഒരു പിക്ചർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചെടുക്കാം അവാർഡുമായിട്ട്. And again, a big round of applause for Dr. Biju Ramesh. നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച് നമ്മളോടൊപ്പം നിന്ന് Thank you. Thanks a lot. Thank you. Thank you. താങ്ക് യു വിജേട്ടാ, താങ്ക്സ് എ ലോട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇനി നമ്മുടെ അവാർഡുകളെല്ലാം കഴിഞ്ഞു. ഞാൻ 1-2 പേരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമാകും. കാരണം ഇതായി നിങ്ങൾ പിറകെ നിന്ന് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതെല്ലാം സാധ്യമായത്. നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ പോലും വളരെ പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ കുറേ ആൾക്കാർ ഇതിൻ്റെ പിറകെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ രാജീവ് സാറിനെ കുറിച്ചൊന്നും പറയണം. രാജീവ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആരോഗ്യവകുപ്പിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായി വിരമിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനാണ്. വർക്കല പ്രവർത്തിച്ചു വരുന്ന സ്വാതി തിരുനാൾ സംഗീത വേദിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ട്രിവാൻഡ്രം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയൻ കാല സാംസ്കാരിക വേദിയുടെ കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ഇത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്ന് ഈ അവാർഡുകൾ അണിയിച്ചൊരുക്കിയ ശ്രീ PA ലിയാഖത്ത് അലിയുടെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഈ വേദിയിൽ ഓണർ ചെയ്യുന്നു നമ്മൾ. തീർച്ചയായും സർ, ഈ ഒരു അവാർഡ് നൽകുമ്പം ശ്രീ ലിയാഖത്ത് അലിയും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യാപകനാണല്ലോ അവാർഡ് നൽകുന്നത്. അപ്പോൾ തീർച്ചയായും രാജീവ് സാർ, താങ്ക് യു. നമുക്ക് വേണ്ടിയിട്ട് പുറകിൽ നിന്നും പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞേ മതിയാവുള്ളൂ സർ. താങ്ക് യു. ഇവന്റ് മുഴുവനായും നമുക്ക് വേണ്ടിയിട്ട് ഫുള്ള് കോർഡിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത രമ്യ ശ്രീവത്സനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. A few words. Good evening, everyone. It's time to honor a special person, someone who has been an integral part of global media events. For the past 13 years, there has been one voice, one presence, and one energy. It's none other Mr. Mithun Ramesh. I would like to call Mr. Jaishankar. He's a director of Compass Point Career and Life Navigation Center. They provide career and educational guidance for students and also workshops for parenting family welfare. Welcome, sir. Ladies and gentlemen, great round of applause for Mithun Ramesh. ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമേ അല്ല ഇനി അവസാനമായിട്ടാണ് പറയുന്നത്. കാരണം ഇനി എന്തായാലും ഭക്ഷണത്തിലേക്ക് കടക്കാനുള്ള സമയമൊക്കെ ആയി കഴിഞ്ഞു. തുടങ്ങാൻ നമ്മൾ ഇച്ചിരി വൈകി, അതുകൊണ്ടാണ് നമുക്കൊന്ന് ഇച്ചിരി എക്സ്റ്റെൻഡ് ആയി പോയത്. പക്ഷേ
വളരെ ക്ഷമയോടുകൂടി ഓരോരുത്തരുടെയും അവാർഡിന് നിറഞ്ഞ കൈയടിയോടുകൂടി അവരെ പ്രോത്സാഹിപ്പിച്ച് ഇവിടെ ഇരുന്ന ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 14ാമത്തെ സീസണിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 14ാമത്തെ സീസണിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ വേദിയിൽ വെച്ച് അവാർഡ് കൊടുക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യവും സുഹൃതവുമായി കണക്കാക്കുന്നു. Thanks a lot everyone. Thank you for being here and thank you for being here and congratulations to all the winners. One last request ചോദിച്ചോട്ടെ. Everyone with an award, may I request you back onto the stage to click a picture together. എല്ലാവരും അവാർഡും കയ്യിൽ പിടിച്ച എല്ലാവരെയും ഒന്നും കൂടി ഞാൻ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യട്ടെ. വേറെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ ലിയാഖത്ത് അലിയോടൊപ്പം സർ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഒപ്പം നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ അവരാണ് ഇതിൻ്റെ ഈ അവാർഡിനെ ഏറ്റവും കൂടുതൽ ക്രെഡിബിൾ ആക്കുന്നത് അവരാണ്. ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ടീമിനെ ഞാനൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. ഓഫ് കോഴ്സ് ദ ചെയർമാൻ ആസ് വെൽ. ലെറ്റ്സ് ഹാവ് എ പിക്ചർ വിത്ത് എവരിവൺ ടുഗദർ. ഷുവർ. Mr. Shibu Prabhakar, the jury chairman, everyone, please, may I request your presence on stage. Prasada, please come on to the stage. Come on. So everyone, off to the dinner tables. Let's all have dinner together. And congratulations winners once again. ഇനി കാണാം അടുത്ത വർഷവും നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടുന്ന എല്ലാ ആശംസകളും. ഗ്ലോബൽ മീഡിയ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ്സിന്റെ 14ാമത്തെ സീസണാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. അടുത്ത 15ാമത്തെ സീസണിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ.